നമസ്കാരം. തേർഡ് ഡിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. അമ്പലപ്പുഴയെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ദൃശ്യം മോഡൽ കൊലപാതകം. അമ്പലപ്പുഴയിലാണ് നാടിനെ നടുക്കിയ ദൃശ്യം മോഡൽ കൊലപാതകം അരങ്ങേറിയത്. കാമുകിയെ ലൈംഗിക ബന്ധത്തിനു ശേഷം കൊന്ന് അയൽവാസിയുടെ പറമ്പിൽ കുഴിച്ചിട്ടു. തുടർന്ന് വസ്ത്രങ്ങൾ തൊട്ടടുത്ത് നിർമ്മാണം നടക്കുന്ന വീടിന്റെ ടോയ്ലറ്റിലിട്ട് കത്തിക്കുകയും ചെയ്തു. ഈ മാസം 6-ാം തീയതി കരുനാഗപ്പള്ളിയിൽ നിന്നും കാണാതായ കൊല്ലം കുലശേഖരപുരത്ത് താമസിക്കുന്ന വിജയലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത്. പ്രതി അമ്പലപ്പുഴ സ്വദേശിയായ ജയചന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റൊരു ബന്ധത്തെ ചൊല്ലിയുള്ള കലഹമാണ് കൊലപാതകത്തിൽ എത്തിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ജയചന്ദ്രനെ സംഭവസ്ഥലത്തെത്തിച്ച് മൃതദേഹം പുറത്തെടുത്തു. സംശയം തോന്നാതിരിക്കാൻ കുഴിയുടെ മുകൾ ഭാഗം കോൺക്രീറ്റ് ചെയ്ത നിലയിലായിരുന്നു. യുവതിക്ക് രക്ഷകരായി ആംബുലൻസ് ജീവനക്കാർ. വീട്ടിൽ പ്രസവിച്ച യുവതിക്കും കുഞ്ഞിനും രക്ഷകരായി കനിവ് 108 ആംബുലൻസ് ജീവനക്കാർ. മലയൻകീഴ് സ്വദേശിയായ 24-കാരിയാണ് വീട്ടിൽ ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് സംഭവം. യുവതിക്ക് പ്രസവവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിക്കവെയാണ് വീട്ടിൽ വെച്ച് കുഞ്ഞിന് ജന്മം നൽകിയത്. ഉടൻ തന്നെ കനിവ് 108 ആംബുലൻസിന്റെ സേവനം തേടി. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ അഞ്ജന, വിജയൻ എന്നിവർ സ്ഥലത്തെത്തി. തുടർന്ന് അമ്മയും കുഞ്ഞും തമ്മിലുള്ള പൊക്കിൾക്കൊടി ബന്ധം വേർപെടുത്തി ഇരുവർക്കും വേണ്ട പ്രാഥമിക ശുശ്രൂഷ നൽകുകയും ചെയ്തു. നഗരത്തിൽ വില്ലനായി മാൻഹോളുകൾ. റോഡിന് നടുക്ക് ഉയർന്നു നിൽക്കുന്ന മാൻഹോളുകൾ അപകട ഭീഷണി ഉയർത്തുന്നു. സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി വഞ്ചിയൂർ ചെട്ടിക്കുളങ്ങരയിൽ നിന്ന് മഹാത്മാ വായനശാല വഴി ഉപ്പിടാമൂട് പാലം വരെയുള്ള റോഡിലാണ് ഈ മാൻഹോൾ കെണി. ഇവിടെ റോഡിന് നടുക്കിൽ സ്ഥാപിച്ചിട്ടുള്ള മാൻഹോളുകളുടെ മൂടികൾ റോഡ് നിരപ്പിൽ നിന്നും ഉയർന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരുചക്ര വാഹനങ്ങൾ ഈ മാൻഹോളിൽ കയറിയാൽ അപകടങ്ങൾ ഉറപ്പായ അവസ്ഥയാണ് നിലവിലുള്ളത്. കൂടാതെ റോഡിന്റെ പല ഭാഗത്തും ഇനിയും ഓട നിർമ്മാണം നടന്നിട്ടില്ല. ബാക്കി ഭാഗത്തേക്ക് സ്ഥാപിക്കാനുള്ള സ്ലാബുകൾ ചെട്ടിക്കുളങ്ങര അമ്പലത്തിന് മുന്നിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇടുങ്ങിയ റോഡായതിനാൽ ഇരുവശത്തു നിന്നും വാഹനങ്ങൾ വന്നാൽ കാൽനട യാത്രക്കാർക്ക് ഒതുങ്ങി നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. അമിത വേഗതയിൽ വണ്ടി ഓടിച്ചാൽ ഇനി പിടിവീഴും. നഗര സുരക്ഷയ്ക്കായി അത്യാധുനിക സംവിധാനമെത്തി. നഗരത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി ട്രാഫിക് സേഫ്റ്റി കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ സജ്ജമാകുന്നു. സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായുള്ള സെന്ററിന്റെ പ്രവർത്തനം നന്ദാവനം AR ക്യാമ്പിൽ ഉടൻ ആരംഭിക്കും. ട്രാഫിക് മാനേജ്മെന്റ്, ട്രാഫിക് കൺട്രോൾ, ട്രാഫിക് വിവര വിതരണം എന്നിവ ഈ സംവിധാനത്തിലൂടെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനാവും. 100 വാർഡുകളിലെ 113 ജംഗ്ഷനുകളിലാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് തേർഡ് ഡിവിഷൻ ചൂണ്ടിക്കാണിക്കുന്നു. മെഡിക്കൽ കോളേജിൽ സൗജന്യമായി ലഭിച്ചിരുന്ന OP ടിക്കറ്റിന് ഇനി 10 രൂപ ചാർജ് ഈടാക്കണമെന്ന് തീരുമാനം. മെഡിക്കൽ കോളേജിൽ OP ടിക്കറ്റിന് 10 രൂപ ഫീസ് ഏർപ്പെടുത്താൻ കഴിഞ്ഞ ദിവസം ചേർന്ന ആശുപത്രി വികസന സമിതി യോഗത്തിൽ തീരുമാനമായി. BPL-കാർക്ക് സൗജന്യമായിരിക്കും. പ്രതിദിനം 1/4 ലക്ഷം രൂപയാണ് OPയിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുന്നത്. 20 രൂപ ഫീസ് നിശ്ചയിക്കാനായിരുന്നു ആദ്യ തീരുമാനം. പിന്നീട് കളക്ടറുമായി ചേർന്ന യോഗത്തിലാണ് 10 രൂപയായി നിശ്ചയിച്ചത്. സർക്കാർ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഉടൻ തന്നെ ഈ തീരുമാനം പ്രാബല്യത്തിൽ വരും. ആദ്യമായാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ OP ടിക്കറ്റിന് ഫീസ് ഈടാക്കുന്നത്. ഓൺലൈൻ തിരച്ചിലിനെ ചൊല്ലി തർക്കം മുറുകുന്നു. ഓൺലൈൻ തിരച്ചിലിൽ നിയമവിരുദ്ധമായ കുത്തക നിലനിർത്താൻ ശ്രമിച്ചെന്നാരോപിച്ച് ഗൂഗിളിനുമേൽ US സർക്കാർ പിടിമുറുക്കുന്നു. ഈ കാരണം ചൂണ്ടിക്കാട്ടി ജനപ്രിയ വെബ് ബ്രൗസറായ ക്രോം വിൽക്കണമെന്ന് ഗൂഗിളിന്റെ മാതൃകമ്പനിയായ ആൽഫബെറ്റിനെ US നീതിന്യായ വകുപ്പ് നിർബന്ധിക്കുകയാണ്. ഗൂഗിൾ വികസിപ്പിച്ച ഓപ്പൺ സോഴ്സ് വെബ് ബ്രൗസറായ ക്രോമും ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഉൾപ്പെടെയുള്ള സാങ്കേതികങ്ങൾ വിൽക്കുന്ന കാര്യം ആൽഫബെറ്റിനോട് ആവശ്യപ്പെടാൻ ജഡ്ജി അമിത് മേത്തയ്ക്ക് നീതിന്യായ വകുപ്പ് നിർദ്ദേശം നൽകിയേക്കും എന്നാണ് വിവരം. ദേശീയ ക്ഷീരദിനത്തോടനുബന്ധിച്ച് മിൽമ ഡയറി സന്ദർശിക്കാൻ അവസരം. തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന മിൽമ ഡയറി ദേശീയ ക്ഷീരദിനത്തോടനുബന്ധിച്ച് സന്ദർശിക്കാം. നവംബർ 25, 26 തീയതികളിലാണ് സന്ദർശനത്തിന് അവസരമൊരുക്കിയിരിക്കുന്നത്. കേരളത്തിലെ കുട്ടികളോട് കളിക്കരുത്, സൈബർ സംഘത്തിന്റെ തട്ടിപ്പ് പൊളിച്ച് വിദ്യാർത്ഥി. ഡിജിറ്റൽ അറസ്റ്റിനെ സമർത്ഥമായി തടഞ്ഞ് സൈബർ തട്ടിപ്പ് സംഘത്തെ കുടുക്കി വിദ്യാർത്ഥി. തിരുവനന്തപുരം പേരൂർക്കട സ്വദേശി അശ്വഘോഷാണ് ഡിജിറ്റൽ അറസ്റ്റിന് ശ്രമിച്ച സംഘത്തെ ക്യാമറയിൽ പകർത്തി തട്ടിപ്പ് പൊളിച്ചത്. 1 മണിക്കൂറോളം നേരം സൈബർ തട്ടിപ്പ് സംഘം വിദ്യാർത്ഥിയെ കുടുക്കാൻ ശ്രമിച്ചെങ്കിലും വലയിൽ വീഴാതെ വിദ്യാർത്ഥി തട്ടിപ്പ് പൊളിക്കുകയായിരുന്നു. കേരളത്തിന്റെ ക്ഷണം സ്വീകരിച്ച് അർജന്റീന. അർജന്റീന ഫുട്ബോൾ ടീം അടുത്ത വർഷം കേരളത്തിലെത്തും. ഇന്ന് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്.
കൂടാതെ കേരളത്തിലേക്ക് വരുന്നതിനായി അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ അനുമതി ലഭിച്ചതായാണ് വിവരം. ദുബായിലെ ലോകകപ്പ് വിജയത്തിന് പിന്നാലെ അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് എത്തിക്കുന്ന ശ്രമങ്ങൾ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നടത്തിയിരുന്നു. കേരളത്തിൽ 2 മത്സരങ്ങളാണ് ടീം കളിക്കുന്നത്. തൊണ്ടിമുതൽ കേസിന് ആന്റണി രാജുവിന് തിരിച്ചടി. തൊണ്ടിമുതൽ കേസിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് MLA ആന്റണി രാജുവിന് തിരിച്ചടി. കൂടാതെ ആന്റണി രാജു നൽകിയ അപ്പീൽ സുപ്രീം കോടതി തള്ളുകയും ചെയ്തു. തുടർന്ന് ആന്റണി രാജു വിചാരണ നേരിടണമെന്നും 1 വർഷത്തിനകം വിചാരണ നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശം നൽകി. തൊണ്ടിമുതൽ കേസിൽ പുനരന്വേഷണം വേണമോ എന്ന ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി. തൊണ്ടിമുതലിൽ അഭിഭാഷകൻ കൂടിയായ ആന്റണി രാജു കൃത്രിമം കാട്ടിയെന്ന് ആരോപിച്ച കേസിലാണ് ഇപ്പോൾ വിധി വന്നത്. തിരുത്തേണ്ടത് തിരുത്തി കൂടെ നിർത്തണം. BJPയിൽ അമർഷം. അച്ചടക്ക നടപടിക്ക് മുൻപേ അപ്രതീക്ഷിത തിരിച്ചടി നൽകി സന്ദീപ് വാര്യർ BJP വിട്ടതിൽ നേതൃത്വത്തിനെതിരെ അമർഷം. തിരുത്തേണ്ടത് തിരുത്തി കൂടെ നിർത്തണമായിരുന്നുവെന്ന് സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനെ ലക്ഷ്യമിട്ട് സാമൂഹിക മാധ്യമത്തിൽ വിമർശനം വന്നു തുടങ്ങി. കൂടാതെ നേതൃത്വത്തിന്റെ പിടിപ്പുകേടെന്ന തരത്തിലാണ് കുറ്റപ്പെടുത്തലുകൾ വന്നു തുടങ്ങിയിട്ടുള്ളത്. ബാരക്കിൽ നിറയെ എലി. ശബരിമല ഡ്യൂട്ടിക്കെത്തിയ 7 പോലീസുകാർക്ക് കടിയേറ്റു. ശബരിമല ഡ്യൂട്ടിക്കെത്തിയ പോലീസുകാർ താമസിക്കുന്ന ബാരക്കിൽ എലിശല്യം രൂക്ഷമാകുന്നു. ഇവിടെ ഉറങ്ങിക്കിടന്ന 7 പോലീസുകാരെയാണ് കഴിഞ്ഞ ദിവസം എലി കടിച്ചത്. ഇവർ സന്നിധാനത്തെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇതിനു മുമ്പും 2 പേർക്ക് എലിയുടെ കടി ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. ചുണ്ടലിയാണ് എല്ലാവരെയും കടിച്ചതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. തടിലോറി മറിഞ്ഞ് കാറുകളുടെ മുകളിൽ പതിച്ച് അപകടം. പെരുമ്പാവൂരിൽ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകൾക്കും ബൈക്കിനും മുകളിലേക്ക് തടിലോറി മറിഞ്ഞ് അപകടം. പെരുമ്പാവൂർ കാളവയൽ റോഡിലാണ് സംഭവം നടന്നത്. റോഡിലെ കുഴിയിൽ വീണ ലോറി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. വാഹനങ്ങളിൽ ആരുമില്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. കാളച്ചന്ത ദിവസമായതിനാൽ കന്നുകാലികളെ വാങ്ങാൻ പോയവരുടെ വാഹനങ്ങൾക്ക് മുകളിലാണ് പതിച്ചത്. തടി കയറ്റി വന്ന ലോറി കുഴിയിൽ വീണതോടെ നിയന്ത്രണം വിട്ട് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഒരു സ്വിഫ്റ്റ് കാറിനും ഹ്യൂണ്ടായി സാൻഡ്രോ കാറിനും 2 ബൈക്കുകൾക്കും മുകളിൽ പതിക്കുകയായിരുന്നു. അപകടത്തിൽ വാഹനങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. KSEBിയിലെ എല്ലാ സേവനങ്ങളും ഇനി ഓൺലൈനായി അപേക്ഷിക്കാം. പുതിയ കണക്ഷൻ ഉൾപ്പെടെ KSEBിയുടെ എല്ലാ സേവനങ്ങൾക്കുമുള്ള അപേക്ഷ ഡിസംബർ 1 മുതൽ ഓൺലൈനാക്കും. നിലവിൽ ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാകുന്ന വെബ്സൈറ്റായ wss.kseb.in എന്ന വെബ്സൈറ്റിലായിരിക്കും അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ക്രമക്കേടുകൾ ഒഴിവാക്കാനായിട്ടാണ് അപേക്ഷകൾ ഓൺലൈനായി സ്വീകരിക്കാനുള്ള സംവിധാനം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഫിഷറീസ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഈ വർഷത്തെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനമായി കേരളം മാറി. കൂടാതെ കൊല്ലം മികച്ച മറൈൻ ജില്ലയുമായി. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. ഭാരക്കുറവ് നിങ്ങൾക്ക് വിറ്റാമിനുകളും ധാതുക്കളും നഷ്ടമാക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത് ദുർബലമായ പ്രതിരോധശേഷി, അസ്ഥി ഒടിവുകൾ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ആരോഗ്യകരമായി ഭാരം വർദ്ധിപ്പിക്കുന്നതിന് മുതിർന്നവർക്ക് പ്രതിദിനം 300 മുതൽ 500 വരെ അധിക കലോറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ചീസ്, പരിപ്പ്, വിത്തുകൾ എന്നിവ ഉപയോഗിച്ച് ഭക്ഷണത്തിൽ അധിക കലോറി ചേർക്കാൻ സാധിക്കും. ഭക്ഷണത്തിനിടയിൽ മിൽക്ക് ഷേക്ക് പോലെയുള്ള ഉയർന്ന കലോറി പാനീയങ്ങൾ കഴിക്കാം. ബീൻസ്, പയറുവർഗ്ഗങ്ങൾ, മത്സ്യം, മുട്ട, മാംസം എന്നിവ കഴിച്ച് ഭക്ഷണത്തിൽ കൂടുതൽ പ്രോട്ടീൻ ചേർക്കാം. കൂടാതെ വ്യായാമം നിങ്ങളുടെ വിശപ്പ് മെച്ചപ്പെടുത്തും. വാർത്തകൾ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.